നമസ്കാരം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ ജീതു ജോസഫിൻ്റെ ഏറ്റവും പുതിയ സിനിമ നുണക്കുഴി ഇപ്പോൾ തിയേറ്ററുകളിലുണ്ട്. നിങ്ങളിൽ പലരും ആ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കാം. എന്തായാലും ജീതുവിൻ്റെ പുതിയ സിനിമയായ നുണക്കുഴിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഞാനിപ്പോൾ പറയുന്നത് സാധാരണഗതിയിൽ ജീതു ജോസഫ് എന്ന് പറയുന്ന സംവിധായകനെ പറ്റി പലതരത്തിലുള്ള ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ജീതു ജോസഫിൻ്റെ അധികമാരും പറയാത്ത ഒരു ബ്രില്യൻസിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. വെൽക്കം ടു കിഷോർ സേത്ത് ടോക്സ്. ഞാൻ ആദ്യമേ രസകരമായൊരു കാര്യം പറയട്ടെ. നമ്മൾ പോലും അറിയാതെ നമ്മൾ തെറ്റിച്ച് പേര് പറയുന്ന അപൂർവം ചില മലയാളികളിൽ ഒരാളാണ് ജീതു ജോസഫ്. നമ്മളിൽ ഭൂരിപക്ഷവും ജിത്തു ജോസഫ് എന്നാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് ജീതു ജോസഫ് എന്നാണ്. JEETHU ജീതു ജോസഫ് എന്നാണ്. ഇത് നിങ്ങളിൽ പലരും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല. അതുകൊണ്ട് ഇനി മുതലെങ്കിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ പേരെങ്കിലും കൃത്യമായി പറയാം. ജീതു ജോസഫ് എന്ന സംവിധായകൻ്റെ ഒരുപക്ഷെ യാത്ര, വളർച്ച ഒക്കെ നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ജീതു ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിരുന്നു ദൃശ്യം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ യാത്ര. ദൃശ്യം എന്ന് പറയുന്ന സിനിമ മലയാളത്തിലെ ആദ്യത്തെ 50 കോടി ക്ലബ്ബിൽ ഇടം നേടിയ സിനിമ ജീതു ജോസഫ് എന്ന് പറയുന്ന സംവിധായകനെ, ഫിലിം മേക്കറെ കൊണ്ടെത്തിച്ച ഒരു തലം എന്ന് പറയുന്നത് വളരെ വളരെ വലിയ ഒരു തലത്തിലായിരുന്നു. പക്ഷേ ദൃശ്യം സിനിമയുടെ ഈ വലിയ വാണിജ്യ വിജയം ഏറ്റവും ഉത്തരവാദിത്വവും അതുപോലെ തന്നെ ബാധ്യതയുമായി മാറുന്ന ഒരാൾ താനാണെന്ന് ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞയാളും ജീതു ജോസഫാണ്. ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന ഒരു ചിത്രം, അതും തൻ്റേതല്ലാത്തൊരു സ്ക്രിപ്റ്റിൽ, രാജേഷ് വർമ്മ എന്ന് പറയുന്ന ഒരു റൈറ്ററുടെ സ്ക്രിപ്റ്റിൽ ചെയ്ത സിനിമയായിരുന്നു ലൈഫ് ഓഫ് ജോസൂട്ടി. ദൗർഭാഗ്യവശാൽ ആ സിനിമ ഒരു സാമ്പത്തിക വിജയം നേടിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ജീതുവിൻ്റെ ഏറ്റവും നല്ല സിനിമകളിലൊന്ന് ലൈഫ് ഓഫ് ജോസൂട്ടിയാണ്. കാരണം സാധാരണക്കാരനായ ഒരു നായകനെ പറ്റിച്ചിട്ട് പോയ, അല്ലെങ്കിൽ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ തേച്ചിട്ട് പോയ ഒരു നായികയുടെ കഥ പറഞ്ഞ ഒരു സിനിമയായിരുന്നു. ഒരുപക്ഷെ കുറച്ച് കാലം മുൻപിറങ്ങിയ ഒരു ന്യൂജൻ സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തുകൊണ്ടും ആ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയി. ഒരുപക്ഷെ അന്നത്തെ കാലഘട്ടത്തിലെ പ്രേക്ഷകൻ്റെ ചിന്താഗതിക്ക് അനുസരിച്ചിട്ട് തന്നെ കബളിപ്പിച്ചു പോയ നായികയ്ക്ക് ഒരു മുട്ടൻ പടി കൊടുത്ത് തിരിച്ച് ധീരോദാത്തൻ അതിപ്രതാപ ഗുണവാൻ എന്ന് പറയുന്ന നായകൻ സ്ലോ മോഷനിൽ നടന്നു വരുന്നൊരു ക്ലൈമാക്സ് ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ സിനിമയും ഒരു വിജയമായേനെ. ലൈഫ് ഓഫ് ജോസൂട്ടിക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഇഷ്ട ജോണറായ ത്രില്ലർ രീതിയിലുള്ള സിനിമകളായിരുന്നു ഊഴവും, അതുപോലെ തന്നെ അൻസാർ ഖാൻ എന്ന സംവിധായകന് വേണ്ടിയിട്ട് അദ്ദേഹം തിരക്കഥ എഴുതിയ ലക്ഷ്യം എന്ന് പറഞ്ഞ സിനിമയും. ഈ രണ്ട് സിനിമകളും കാണുന്ന പ്രേക്ഷകർ ദൃശ്യത്തിനെ പോലെ അവസാനം ഒരു കുഴിക്കകത്തുനിന്ന് ഒരു കാളയുടെ ജഡം പുറത്തെടുക്കുന്ന തരം ക്ലൈമാക്സുകൾ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ടായിരിക്കാം അത്തരം സിനിമകൾ തിയേറ്ററിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയത്. എന്നെ സംബന്ധിച്ച് ഈ രണ്ട് സിനിമകളിലും എനിക്ക് അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായതിൻ്റെ സന്തോഷമുണ്ട്. ഊഴം എന്ന് പറയുന്ന സിനിമയുടെ മേക്കിംഗ് അതുവരെ മലയാള സിനിമയിൽ കാണാത്ത തരം ഒരു മേക്കിംഗ് ശൈലിയായിരുന്നു ജീതു അവലംബിച്ചത്. പിന്നീട് ദൃശ്യം 2 വരുമ്പോൾ ഒരു സംവിധായകൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് താൻ അതിന് മുൻപ് ചെയ്തു വെച്ച ദൃശ്യം 1 എന്ന സിനിമയാണ് എന്ന് പറഞ്ഞാൽ അതൊട്ടും തെറ്റായിരിക്കില്ല. കാരണം 50 കോടി ക്ലബ്ബിൽ ആദ്യം ഇടം നേടിയ ആ സിനിമയെക്കാട്ടിലും ഒരുപടി മികച്ചു നിൽക്കുന്ന ഒരു സിനിമയായിരിക്കണം ദൃശ്യം 2 എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് അതിന് മുകളിൽ നിൽക്കുന്നൊരു സിനിമ ചെയ്താൽ മാത്രമേ സംവിധായകൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ജീതുവിന് മുന്നേറാൻ സാധിക്കൂ എന്നുള്ള കാര്യം ജീതുവിന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ നമ്മളെ ഏവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടാണ് ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമ ഒരു വലിയ വിജയമായത്. ഞാൻ വിശ്വസിക്കുന്നു അത് OTTയിലല്ല തിയേറ്ററിലായിരുന്നു അത് റിലീസ് ചെയ്തിരുന്നതെങ്കിൽ ദൃശ്യം ആദ്യത്തെ ദൃശ്യത്തെക്കാട്ടിൽ വലിയ ഒരു സാമ്പത്തിക വിജയം നേടുന്ന ഒരു സിനിമ ആയിരുന്നേനെ ദൃശ്യം 2. ദൃശ്യം 2വിന് ശേഷം വന്ന 12th മാൻ എന്ന സിനിമയും OTTയിലാണ് റിലീസ് ചെയ്തത്. ഞാൻ ആക്ച്വലി കഥകൾ പറഞ്ഞ ഒരുപക്ഷെ ജീതുവിനെ പറ്റി പറയുമ്പോൾ ഞാൻ വാചാലനാകുന്നത് വളരെ സ്വാഭാവികമാണ്. കാരണം ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഒരു സംവിധായകൻ എന്നുള്ള നിലയിലും എനിക്ക് അടുത്ത് പരിചയമുള്ള ഒരാളെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വാചാലനായിപ്പോകും. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം എന്ന് പറയുന്നത് ജീതു ജോസഫ് എന്ന് പറയുന്ന ഒരു സംവിധായകനും എഴുത്തുകാരനെ പറ്റിയല്ല. നമ്മൾ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ജീതു ജോസഫ് എന്ന് പറയുന്ന വിപണന തന്ത്രത്തിൽ അഗ്രഗണ്യനായിട്ടുള്ള ഒരു സംവിധായകനെ പറ്റിയാണ്. ദൃശ്യം 1 എന്ന സിനിമയുടെ വാണിജ്യ വിജയം നൽകുന്നത് വലിയ ഉത്തരവാദിത്വവും അതുപോലെ തന്നെ ബാധ്യതയുമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചറിഞ്ഞ ജിത്തു അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ലാൽ സാറിൻ്റെ എല്ലാ സിനിമകളിലും ഒരു അണ്ടർപ്ലേ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഒരിക്കൽ പോലും അദ്ദേഹം വന്നിട്ട് എൻ്റെ സിനിമ ഒരു വലിയ സിനിമയാണ്, അല്ലെങ്കിൽ എൻ്റെ സിനിമയിലെ നായകൻ ഈ പറഞ്ഞ പോലെ ഒരു ബ്രഹ്മാണ്ഡ നായകനൊന്നും അല്ല, അല്ലെങ്കിൽ തൻ്റെ സിനിമയുടെ വലിപ്പം ഏറ്റവും കുറച്ച് കാണിക്കുകയും അതിലൂടെ പ്രേക്ഷകൻ്റെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു ഹൈപ്പ് എന്ന് പറയുന്ന എക്സ്പെക്റ്റേഷൻ ഏറ്റവും മിനിമലിസ്റ്റിക് ആക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഞാൻ ജീതു ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയിലും സംവിധായകനും കാണുന്ന ഏറ്റവും വലിയ ബ്രില്യൻസ്.
ലാൽ സാറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ ലാർജ് ദാൻ ലൈഫ് ക്യാരക്ടേഴ്സുമായിട്ട് വന്ന ഒരുപാട് ഹൈപ്പിൽ വന്ന ഒരുപിടി ചിത്രങ്ങൾ പരാജയപ്പെട്ട ഇടത്താണ് ജിത്തു ജോസഫിൻ്റെ നേര് എന്ന് പറയുന്ന സിനിമ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. ഒരു വലിയ താരത്തിൻ്റെ 2-3 സിനിമകൾ അടുപ്പിച്ച് സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരവസ്ഥയിൽ ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുന്ന ഒരു സംവിധായകൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അതീവ ബൃഹത്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ജിത്തു ജോസഫ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നേരെ എന്ന് പറയുന്ന സിനിമയ്ക്ക് അതിനു മുൻപ് നാം കണ്ട് ശീലിച്ച പോലെയുള്ള ഒരു തരത്തിലുള്ള ഓവർ എക്സ്പെക്റ്റേഷൻ കൊടുക്കാതെ തൻ്റെ സിനിമ വളരെ ഒരു ചെറിയ സിനിമയാണ്, തൻ്റെ സിനിമ ഒരു കോർട്ട് റൂം ഡ്രാമയാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് തൻ്റെ സിനിമയുടെ വലിപ്പം കുറച്ചുകൊണ്ട് ആ സിനിമ കാണാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ജിത്തുവിൻ്റെ മാർക്കറ്റിംഗ് ബ്രില്യൻസിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ചിന്ത മാത്രമല്ല, അത് അദ്ദേഹത്തിൻ്റെ ട്രെയിലറിൽ പോലും വളരെ വിദഗ്ധമായി അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ്. ആ സിനിമയുടെ ട്രെയിലർ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ലാൽ സാറിൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഞാനൊരു ട്രയൽ അറ്റൻഡ് ചെയ്തിട്ട് 5 വർഷമായി, ഐ ആം നോട്ട് കോൺഫിഡൻറ്റ് എന്നീ 2 ഡയലോഗുകൾ ആ സിനിമയുടെ ട്രെയിലറിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു. ഈ ട്രെയിലർ കാണുന്ന പ്രേക്ഷകൻ നാം അതിനു മുൻപ് കണ്ട് ശീലിച്ച പോലെയുള്ള തരത്തിലുള്ള സോ കോൾഡ് ഹീറോ ക്യാരക്ടർ അല്ല മോഹൻലാൽ സാർ ചെയ്യുന്നതെന്നും അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് അഭിനയിക്കുന്നതും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രതീക്ഷയുടെ ലെവൽ എന്ന് പറയുന്നത് ഇതൊരു സാധാരണ സിനിമയായിരിക്കുമെന്നുള്ള ഒരു പിക്ചർ പ്രേക്ഷകൻ്റെ മനസ്സിൽ രൂപീകരിക്കാൻ ഏറ്റവും സഹായിച്ചത് ഈ ജിത്തു കട്ട് ചെയ്ത ഈ ട്രെയിലറിലെ ഈ 2 ഡയലോഗുകളായിരുന്നു. ഒരു ഇളം തെന്നൽ പോലെ ഒഴുകി വന്ന് അവസാനിച്ചു പോയ വളരെ മനോഹരമായ ഒരു കുടുംബകഥയിലെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ താരത്തെ അതിവിദഗ്ധമായിട്ട് ഉപയോഗിച്ച ഒരു മിടുക്കാണ് ജിത്തു ജോസഫിൻ്റേത്. ആ സിനിമ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉരുവം ചെയ്ത സമയം മുതൽ ആ സിനിമയുടെ അവസാനത്തെ ഷോട്ടിൽ വരെ ഈ താൻ സ്വീകരിച്ചു വരുന്ന ആ ഒരു തൻ്റെ സിനിമയുടെ അണ്ടർ പ്ലേ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. ഒരുപക്ഷെ വേണമെങ്കിൽ ആ സിനിമ തീരുമ്പോൾ ക്യാമറയ്ക്ക് നേരെ ചിരിച്ചുകൊണ്ട് വരുന്ന സ്ലോ മോഷനിൽ ചിരിച്ചുകൊണ്ട് വരുന്ന ഒരു നായകനിൽ ആ സിനിമ അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ ആ സിനിമ അവസാനിക്കുന്നത് പോലും ആൾക്കൂട്ടത്തിലൂടെ നടുവിലൂടെ തൻ്റെ ഈ വിജയമൊന്നും ആഘോഷിക്കാതെ ഏകനായിട്ട് നടന്നു പോകുന്ന ലാലേട്ടൻ്റെ ക്യാരക്ടറിലാണ് ആ സിനിമ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും അറിയാതെ നമ്മളും നിങ്ങളും അറിയാതെ ആ സിനിമ 100 കോടിക്ക് മേൽ കളക്ട് ചെയ്തു. ഇത് മലയാളത്തിലെ പല സംവിധായകരും ഇന്ന് മറന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഖേദകരമായൊരു വസ്തുത. കാരണം തൻ്റെ ഒരു സിനിമയെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് ഏറ്റവും വിദഗ്ധമായിട്ട് അറിയാവുന്ന അപൂർവം ചില ഇന്നത്തെ തലമുറയിലെ സംവിധായകരിൽ ഒരാളാണ് ജിത്തു ജോസഫ്. ജിത്തു ജോസഫ് എന്ന് പറയുന്ന എഴുത്തുകാരൻ, ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ, അതോടൊപ്പം തന്നെ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു സിനിമക്കാരൻ്റെ വിപണന ബുദ്ധിയും കൂടെ മലയാള സിനിമ ചർച്ച ചെയ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരുപക്ഷെ മലയാളത്തിലെ പല സംവിധായകർക്കും ഇന്ന് മനസ്സിലാവാതെ പോകുന്ന അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു സിനിമയുടെ വിപണനമാണ്. ഒരു സിനിമയുടെ എഴുത്തിലും സംവിധാനത്തിലും അതിൻ്റെ ക്യാപ്റ്റൻ കാണിക്കുന്ന അതേ ജാഗ്രത തൻ്റെ സിനിമകളുടെ വിപണനത്തിലും കൂടെ മറ്റ് സംവിധായകരും ജിത്തു ജോസഫിനെ മാതൃകയാക്കിയാൽ അത് മലയാള സിനിമയ്ക്ക് ഒരുപക്ഷെ പുതിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു 2017 എന്നാണ് എൻ്റെ വിശ്വാസം ജിത്തു ജോസഫ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ അദ്ദേഹം ആദ്യം ഇട്ടിരിക്കുന്ന കവർ ഫോട്ടോ എന്ന് പറയുന്നത് ഐ ആം ജസ്റ്റ് എ സ്റ്റോറി ടെല്ലർ എന്നാണ്. ഒരുപക്ഷെ ജിത്തു ആദ്യമേ തന്നെ എൻഡോഴ്സ് ചെയ്തിരിക്കുന്നു, ഞാൻ മലയാള സിനിമയ്ക്ക് ഒരു പുതിയ കഥ പറച്ചിലുകാരനാണ്, നിങ്ങൾ എൻ്റെ കഥകളാണ് കാണേണ്ടത്, എൻ്റെ കഥകളിലൂടെ വളരുന്ന സിനിമകളാണ് എന്ന് ആദ്യമേ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ജിത്തു ജോസഫിൻ്റെ, എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ, പ്രിയ സംവിധായകൻ്റെ പുതിയ ചിത്രമായ നുണക്കുഴിയും പ്രേക്ഷക മനസ്സുകൾ കീഴടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.